അപ്പം നമ്മുടെ കുഞ്ഞാപ്പൻ പോയി ഗൈസ്. നമ്മുടെ കറമ്പനെ അവൻ തന്നെ ചാക്കിയിട്ട് അവൻ പോയി. എൻ്റെ കിടപ്പ് കണ്ട എത്ര നേരമായി കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ടെന്നറിയാവോ. ഞാൻ കാണിച്ചൊന്നുമില്ല, മറവേത് ഞാൻ കാണിച്ചൊന്നുമില്ല. പക്ഷെ എന്നിട്ടും അവൻ അതിൻ്റെ അടുത്ത് പോയി ഇരിക്കണ കണ്ടപ്പം അത് നമുക്ക് വീഡിയോ ആയിട്ട് കാണിക്കാൻ പോലുള്ള മാനസികാവസ്ഥയല്ലായിരുന്നു. നമ്മളും തകർന്നു പോയി. കുഞ്ഞാപ്പൻ രക്ഷപ്പെട്ടോട്ടെ. കുഞ്ഞാപ്പൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്ത് പൊന്നുപോലെ തന്നെ അവനെ നോക്കി. ഒരു നായ്ക്കുട്ടിയായിട്ടല്ല, ഒരു മനുഷ്യനെ എങ്ങനെ നോക്കുന്നു അതുപോലെ ഞാൻ നോക്കി. 4 ഹോസ്പിറ്റലിൽ മാറി മാറി കൊണ്ടുപോയി. എന്നിട്ടും അവന് ചിലപ്പം അത്ര ഉണ്ടായിരുന്നുള്ളായിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ കറമ്പൻ കൊച്ചിൻ്റെ കിടപ്പ് കണ്ട ഒരു രക്ഷയില്ല. പൂച്ചാണ്ടി അവരൊക്കെ വന്ന് അടുത്ത് വന്ന് നോക്കിയും പോവുകയൊക്കെ ചെയ്യേണ്ട ഇടക്ക് എല്ലായിടത്തും നോക്കി നടക്കുമായിരുന്നേ. ഇടക്ക് ഓടും, എന്തെങ്കിലും ഒരു അനക്കം കേൾക്കുമ്പോൾ ഓടും. പെരക്കൂറ്റ് ഓടി മുറിയിലും എല്ലാ മുറിയിലും ഇന്ന് കയറി ഇറങ്ങി നടന്ന ആൾ കാണുന്നില്ല. ഈ സമയത്തൊന്നും ഉറങ്ങണ ആളല്ല, അറിയാമല്ല. ഈ സമയത്തൊക്കെ നമ്മൾ മരുന്നിടുന്ന സമയമല്ലേ, ഫുഡ് കൊടുക്കണേയൊക്കെ. അപ്പം അടുക്ക വന്നിരിക്കുന്ന ആളാണ്. ഇന്ന് കണ്ട കിടപ്പ. ഇത് കിടക്കത്തില്ല ഈ സമയത്ത്. സുന്ദരനില്ല, സുന്ദരൻ അവനപ്പുറമൊക്കെ ഓടി നടക്കുക. ഇവൻ മൈൻഡേ ചെയ്യുന്നില്ല. ആഹാരം പോലും കഴിക്കാതെ കിടക്കുമായിരുന്നു. ഇടയ്ക്ക് ഇച്ചിരി എന്തൊക്കെയോ കഴിച്ചില്ലെന്ന് വരുത്തി കിടക്കുക. 2 ദിവസം പിടിക്കുമായിരിക്കും. അവൻ്റെ അവസ്ഥ കണ്ടിട്ട് വെറുതെ മാറുമെന്ന് തോന്നണില്ല. അത്രയും ടയേർഡാണ് അവൻ, സങ്കടത്തിലാണ്.